മറ്റാരുണ്ട് LDF അല്ലാതെ? PMC പദ്ധതിയിൽ അന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? PMC പദ്ധതിയിൽ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണ്. ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം, ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം, ഈ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം എല്ലാ നിലയിലും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഉദാഹരണം പാഠപുസ്തകങ്ങളുടെ കണ്ടന്റ് വെട്ടിമാറ്റി, മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം, ഗുജറാത്ത് കലാപം, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ വെട്ടിമാറ്റിയ അവസരത്തിൽ അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബദൽ പാഠപുസ്തകം ഇറക്കിയ ഇന്ത്യയിൽ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ആ സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഞാൻ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള നിലപാട് വേറെ ആരും എടുത്തിട്ടില്ലല്ലോ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണല്ലോ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം ചേർന്ന് ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ എണീറ്റ് നിന്ന് പറയാനുണ്ടായിരുന്ന ഈ പുതിയ വിദ്യാഭ്യാസ NEP നടപ്പിലാക്കൂല കേരളത്തിൽ എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കാശ് തരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് കാശ് തരില്ലെന്ന് വെച്ചാൽ ചട്ടമ്പിമാർ കാണിക്കുന്ന പോലുള്ള ഒരു നിലപാട്, അല്ലാതെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഗവൺമെൻറ് കാണിക്കുന്ന നിലപാടല്ല. നിങ്ങൾ NEP അംഗീകരിക്കുന്നില്ല, PMC നിങ്ങൾ ഒപ്പിട്ടില്ല. അപ്പം ഞാൻ ആലോചിച്ചു, നമുക്ക് 2000 കോടി രൂപ കിട്ടാനുണ്ട്. 2000 ഇപ്പോഴും ഏറ്റവും ഒടുവിൽ കണക്കനുസരിച്ച് ഈ SSKയുടെ ഭാഗമായിട്ട് 2000 കോടി രൂപ കിട്ടാനുണ്ട്. PMCയുടെ പദ്ധതി കേരളത്തിൽ വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സ്കൂൾ കെട്ടിടങ്ങളും ഏറ്റവും മോഡേണായി, ലിഫ്റ്റായി, എയർ കണ്ടീഷനായി, 45,000 ക്ലാസ് റൂംസ് സ്മാർട്ട് ക്ലാസ് റൂംസായി, പിന്നെ 5000 കോടി രൂപ സ്കൂൾ കെട്ടിടങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം ഭംഗിയുള്ള സ്കൂൾ കെട്ടിടങ്ങൾ കാണുന്നതിന് വേണ്ടി കഴിയില്ല. എല്ലാം വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്. അപ്പോൾ അവരെ PMC തരുന്നത് എന്താ? മതിൽ കെട്ടാനും കക്കൂസ് കെട്ടാനും. ഇവിടെ 5 സ്റ്റാർ കക്കൂസാ കെട്ടി വെച്ചേക്കട്ടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി, 5 സ്റ്റാറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ ഒരു നമ്മുടെ കുട്ടികളോടും ഈ സംസ്ഥാനത്തോടും ഒരു താല്പര്യം വന്നു. ആ കാശ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നല്ലോ. അപ്പോൾ അത് ഇതിൽ ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞത് ഒപ്പിട്ടെന്ന് പറഞ്ഞ സത്യം തന്നെ. അത് ശരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങേക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നുള്ളതാണ് പ്രചരണം. ഇല്ല, വാസ്തവം ഉണ്ടായിരുന്നു? അതിലൊന്നും വാസ്തവമൊന്നുമില്ല. അങ്ങ് തന്നെ ഇതിവിടെ നടപ്പാക്കേണ്ട ആവശ്യമില്ല ബോധ്യത്തോടു കൂടിയാണ് ഒപ്പിട്ടത്. അത് ബോധ്യത്തോടു കൂടിയാണ് ഒപ്പിട്ടത് എന്ന് മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളും ഈ കാശ് വാങ്ങി ഒപ്പിട്ടിട്ട് കാശ് വാങ്ങിയിട്ട് നടപ്പിലാക്കിയില്ല. അത് തന്നെയായിരുന്നു നമ്മുടെ പരിപാടി. ഞാനിപ്പോ ആദ്യമായി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുന്നു, പൈസ വാങ്ങിയിട്ട് നടപ്പിലാക്കാതിരുന്നാൽ മതിയല്ലോ. അതാണ് അങ്ങ് എന്താ പറയുകയും ചെയ്തു, പൈസ വാങ്ങട്ടെ, ബാക്കി നമുക്ക് തീരുമാനിക്കാം. അതെ, അത്ര തന്നെ. അപ്പോൾ ആണ് അതിന് എതിർപ്പ് വന്നപ്പോൾ പിന്നെ അത് ഒരു കമ്മിറ്റി, ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ഇതിന് യോഗം കൂടിയിട്ടുമില്ല, പിന്നെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പ്രഖ്യാപിച്ചു, ഇനി PMC കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഒപ്പിട്ടതിന് ശേഷം പിന്നെ പ്രഖ്യാപിച്ചു. അതോടുകൂടി ഇപ്പോൾ നമുക്ക് 2000 കോടിയാണ് തരാനുള്ളത്. അതാണ് നമ്മളെ അവർ ശിക്ഷിക്കുന്നത്. ആ 2000 കോടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് പരസ്യമായിട്ട് പിന്നെ മറുപടി ചോദിച്ചുകൊണ്ട് ഞാൻ പത്രസമ്മേളനം രാവിലെ നടത്തിയിട്ടുണ്ട്. ആ 2000 കോടി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ യൂണിഫോം, കുട്ടികളുടെ പാഠപുസ്തകം, 7000 അധ്യാപകരുടെ പിന്നെ ശമ്പളം, പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പിന്നെ ആവശ്യങ്ങൾ, അങ്ങനെ നമ്മുടെ കുട്ടികൾ ഈ 2000 കോടി കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. ഇതാണ് അതിനകത്ത്. അപ്പം അങ്ങനെ PMC പദ്ധതി നടപ്പാക്കി BJPക്ക് കീഴടങ്ങാൻ വേണ്ടിയല്ല, ആ പദ്ധതി എങ്ങനെയെങ്കിലും 2000 കോടി SSKയുടെ വാങ്ങിയെടുക്കുക, ഒപ്പിട്ടതിന് ശേഷം തുറന്നു പറയുന്നു അത് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന നിശ്ചയ തീരുമാനത്തോടു കൂടിയാണ് അങ്ങനെ നീക്കം നടത്തിയത്. എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം അല്ലേ? കറക്റ്റ്. എങ്ങനെയെങ്കിലും എന്നുള്ള വാക്കാണ് ശരി. എങ്ങനെയെങ്കിലും വാങ്ങിയെടുത്ത് കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക, അതായിരുന്നു തീരുമാനം.